ലോകത്ത് മനുഷ്യരാശി ഉടലെടുക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ കടലാമകൾ ഇവിടെ വാസമുറപ്പിച്ചു. ചിരപുരാതനമായ ജീവിവർഗം എന്ന വിശേഷണം കടലാമകൾക്ക് ചേരുന്നതാണ്. ധ്രുവപ്രദേശങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും ഇവയുടെ സാന്നിധ്യമുണ്ട്. അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുന്നതാണ് കടലാമകളുടെ ജീവിതചര്യ. കരയാമകളെപ്പോലെ ശരീരം ഉൾവലിക്കാനുള്ള കഴിവ് കടലാമകൾക്കില്ല. ലെതർബാക്ക് സീ ടർട്ടിൽ, ലോഗർഹെഡ് സീ ടർട്ടിൽ, ഹോക്സ്ബിൽ സീ ടർട്ടിൽ, ഗ്രീൻ സീ ടർട്ടിൽ, ഫ്ലാറ്റ് ബാക്ക് സീ ടർട്ടിൽ, കെപ്സ് റെഡ്ലി സീ ടർട്ടിൽ, ഒലിവർ റെഡ്ലി സീ ടർട്ടിൽ എന്നിങ്ങനെ 7 ഇനം കടലാമകൾ പ്രധാനമായും കാണപ്പെടുന്നു. മനുഷ്യരാശിയുടെ വിവേകരഹിതമായ ഇടപെടൽ മൂലം ഇവയിൽ പല ഇനങ്ങളും അത്യന്തം ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നു. മാംസത്തിനു വേണ്ടി, മുട്ടയ്ക്ക് വേണ്ടി, പുറന്തോടിനു വേണ്ടി എന്നിങ്ങനെ വലിയ തോതിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. മലിനീകരണം, തീരദേശ വികസനം, ആഗോളതാപനം തുടങ്ങിയ കാരണങ്ങളും ഇവയുടെ വംശനാശത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. ചിലയിനം കടലാമകൾ ഒന്നാന്തരം ദേശാടകരാണ്. പ്രജനനത്തിനായി ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടും. ചിലയിനം കടലാമകൾ അവ വിരിഞ്ഞിറങ്ങിയ അതേ തീരത്തു തന്നെ മുട്ടയിടാനായി എത്തിച്ചേരാറുണ്ട്. ഉദാഹരണത്തിന് ലോഗർഹെഡ് കടലാമകൾ മുട്ടയിടുന്നതിനായി ബജാ കാലിഫോർണിയയിലെ ഫീഡിംഗ് പരിസരത്ത് നിന്നും ജപ്പാനിൽ എത്തിച്ചേരുന്നു. ലെതർബാക്ക് കടലാമകൾ 10,000 മൈലുകൾ വരെ ജെല്ലി മത്സ്യങ്ങൾ തേടി സഞ്ചരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മുട്ട വിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്ന ആൺകടലാമകൾക്ക് അതിന്റെ ജീവിതഘട്ടത്തിൽ ഒരിക്കൽ പോലും കരയിലേക്ക് കയറേണ്ടി വരുന്നില്ല. എന്നാൽ പെൺകടലാമകളുടെ സ്ഥിതി അതല്ല. പ്രായപൂർത്തിയാകുമ്പോൾ മുട്ടയിടാനായി കടൽത്തീരങ്ങൾ തേടി വരും. രാത്രിയുടെ മറവിൽ കടൽത്തീരങ്ങളിൽ ഇഴഞ്ഞു കയറി വലിയ ഒരു കുഴി തുറന്ന് അതിൽ മുട്ടയിടുന്നു. 100 മുതൽ 250 വരെ മുട്ടകൾ കണ്ടേക്കാം. മുട്ടകളുടെ എണ്ണം കടലാമകളുടെ ഇനത്തെ ആശ്രയിച്ചിരിക്കും. മുട്ടയിട്ട് കഴിഞ്ഞ് കുഴി മൂടി തിരിച്ച് കടലിലേക്ക് തന്നെ മടങ്ങും. കടൽ മണ്ണിന്റെ ചൂടേറ്റ് 45 മുതൽ 60 ദിവസം കൊണ്ട് മുട്ടത്തോട് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. താപനില ഉയരുകയും കടൽ മണ്ണിന്റെ ചൂട് കൂടുകയും ചെയ്താൽ മുട്ടകൾ വേഗത്തിൽ വിരിയാനും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതൽ പെൺകടലാമകളാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാലാവസ്ഥ നേരെ മറിച്ചായാൽ ആൺകുഞ്ഞുങ്ങൾക്കാകും മുൻതൂക്കം. കെപ്സ് റിഡ്ലി കടലാമകൾ ഒഴിച്ചുള്ള ഇനങ്ങളുടെ മുട്ടകൾ പകൽ വിരിയുന്നത് മൂലം അത്യന്തം അപകടകരമായ രീതിയിൽ വംശനാശ ഭീഷണി നേരിടുന്നു. കടലാമകൾ കടലിന്റെ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ലെതർബാക്ക് കടലാമകൾക്ക് ഇഷ്ടഭക്ഷണം ജെല്ലി ഫിഷാണ്. അതുപോലെ ഗ്രീൻ ടർട്ടിൽ വിഭാഗത്തിൽപ്പെടുന്ന കടലാമകൾ കടൽ കളകളെ ഭക്ഷണമാക്കുന്നത് മൂലം കടൽ കളകളുടെ ആരോഗ്യകരമായ നിലനിൽപ്പും വളർച്ചയും വ്യാപനവും സാധ്യമാക്കുന്നു. അതുവഴി മത്സ്യങ്ങളുടെ വളർച്ചയും വ്യാപനവും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മത്സ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ കടൽ കളകൾ കാരണമാകുന്നു. ഇന്ത്യൻ കടൽ തീരങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത് ഒലിവർ റിഡ്ലി കടലാമകളാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും കടലാമകൾ മുട്ടയിടുന്നുണ്ട്. ചില പരിസ്ഥിതി സംഘടനകൾ തദ്ദേശീയരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വനം വകുപ്പിന്റെയും സഹായത്തോടെ ഇവയുടെ മുട്ടകൾ വിരിയിച്ച് കടലിലേക്ക് വിടുകയും കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പരിധിയിൽ കൊച്ചുവേളി കടപ്പുറത്ത് കണ്ടെത്തിയ 123 ഒലിവർ റിഡ്ലി കടലാമ മുട്ടകളെ WTI പ്രവർത്തകരുടെയും കൊച്ചുവേളി പ്രദേശവാസികളുടെയും സഹകരണത്തോടെ പരിപാലിച്ച് സംരക്ഷിച്ചു വന്നത് 26/3/2025 48 ദിവസം പൂർത്തിയായപ്പോൾ 109 മുട്ടകൾ വിരിഞ്ഞു. ഇവയെ തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി കടലിലേക്ക് ഇറക്കിവിട്ടു. കടലിൽ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജെല്ലി മത്സ്യങ്ങളാണെന്ന് കരുതി കടലാമകൾ ഭക്ഷിക്കുകയും അത് അവയുടെ ജീവന് ഭീഷണിയായി തീരുകയും ചെയ്യുന്നു. കൂടാതെ കടൽ മലിനീകരണം, ഉപയോഗയോഗ്യമല്ലാത്ത വലകൾ, മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഉപേക്ഷിക്കുന്നത്, തീരപ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ബീച്ച് ലൈറ്റുകൾ, കപ്പലുകളുടെയും ബോട്ടുകളുടെയും പ്രൊഫല്ലർ, ജലഗതാഗത ഉപകരണങ്ങൾ, കടലിൽ വെച്ച് നടത്തുന്ന ആയുധ പരീക്ഷണങ്ങൾ, കടലിൽ എത്തിച്ചേരുന്ന വേസ്റ്റ് എന്നിവ കടലാമകൾക്ക് വെല്ലുവിളിയാകാറുണ്ട്. തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പരിധിയിൽ വരുന്ന ആറ്റിങ്ങൽ റേഞ്ച്, തിരുവനന്തപുരം റേഞ്ച്, നെയ്യാറ്റിൻകര റേഞ്ച് എന്നിവിടങ്ങളിൽ കടൽ തീരങ്ങളിൽ തദ്ദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും സഹായത്തോടെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം കടലാമ സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കടലാമകളെ ഉപദ്രവിക്കുന്നതും പിടിക്കുന്നതും കടലാമ മുട്ടകളെ നശിപ്പിക്കുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. നമ്മൾ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക്